പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള ഫെയറി ടെയിൽ സ്റ്റോറി ബുക്സിൻ്റെ സൈഡിൽ ഡ്രീമി ആയിട്ടുള്ള ഒരു ഊഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ എടുത്തു വെച്ചൊരു ഫോട്ടോ കണ്ടിട്ടാണ് ഇന്ന് ഈ ഒരു DIY ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇതുണ്ടാക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബേസ് ബോർഡ്, ഒരു ഗ്ലൂ ഗൺ, കുറച്ച് ഡ്രൈഡ് ലീവ്സ്, വേണമെങ്കിൽ ഡ്രൈഡ് ഫ്ലവേഴ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ മനസ്സിലെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഡ്രീമി ആയിട്ടുള്ള ഊഞ്ഞാലിന് എത്ര ഡ്രീമി വേണമെങ്കിലും ആക്കാം. അതിൻ്റെ ഊഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ ഗ്ലൂ ഗൺ ഒഴിച്ച് വേറെ ഒന്നും തന്നെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളിലില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബേസ് നമ്മളൊരു ബേസ് ബോർഡിൻ്റെ ഒരു കാർഡ് ബോർഡിൻ്റെ പീസാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ഉണങ്ങിയ കമ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അത് 2 അതിൻ്റെ തൂണായിട്ട്, ഊഞ്ഞാലിൻ്റെ തൂണായിട്ട് ഫിറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ അതിനെ ഊഞ്ഞാൽ തൂക്കിയിടാൻ പാകത്തിനായിട്ട് ഒരു കമ്പും കൂടി വയ്ക്കുക. ഇതിലേക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഊഞ്ഞാലും കൂടി തൂക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വൈൻസ് പോലെ, അതായത് വള്ളികൾ കയറുന്ന പോലെ ആക്കിയിട്ടേക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇങ്ങനെ സ്പൈറൽസ് ഉണ്ടാക്കി അത് കളർ ചെയ്തേക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ത്രെഡ് ഉപയോഗിച്ചും ഉണ്ടാക്കാം. ഇനി അതിൻ്റെ ബേസായിട്ട് നമ്മൾ ഒരു ഗ്രീനറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരി കഷ്ണങ്ങളോ അല്ലെങ്കിൽ കോട്ടണോ നിലത്ത് ഒട്ടിച്ച് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആ ബേസ് ഉണ്ടാക്കാം. എൻ്റെ ബേസ് അത്രയധികം വ്യക്തമാവില്ല, കാരണം ഞാൻ ഇതിൻ്റെ മുമ്പിലേക്ക് കുറച്ച് വേലി പോലെ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈഡ് ലീവ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി മാത്രമാണ്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഇലകളിൽ നല്ല ഭംഗിയുള്ള ഇലകൾ ഉണങ്ങിയതും നമുക്കതുപോലെ വെച്ച് കൊടുക്കാം. ഒരുപാട് വലിപ്പം ഉണ്ടാവാതിരുന്നാൽ മതി. ചെറിയ ചെറിയ ഇലകൾ ഉണങ്ങിയതും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അത് ഞാൻ അതിൻ്റെ മേൽഭാഗത്തും താഴത്തും ആ വൈൻസ് കയറി പോകുന്ന എല്ലാ ഭാഗത്തും തന്നെ അതുപോലെ ഡ്രൈഡ് ലീവ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡ്രൈഡ് ഫ്ലവേഴ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഞാൻ ചെറുതായിട്ട് ഒരു വേലി പോലെ ഐസ്ക്രീം സ്റ്റിക്സ് തന്നെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് അത് വെച്ച് ഫ്രണ്ടിലും ചെറുതായിട്ടൊരു സൈഡിലുമായിട്ട് ഞാനത് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ പൊള്ളരുത്. നമ്മളിങ്ങനെ ഒട്ടിച്ച് എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ അറിയാതെ എൻ്റെ കൈ 2-3 പ്രാവശ്യം പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഞാനിടുന്ന കണ്ടൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്